സ്റ്റെനോ അക്കാഡമി. അടുത്ത ആസ്പിറേറ്റ് പാർട്ട് 2 ആണ് ഇന്നിവിടെ പഠിപ്പിക്കുന്നത്. പാർട്ട് 1 നമ്മൾ എച്ചിൻ്റെ ലെസൺ ഡൗൺവേർഡ് ആൻഡ് അപ്വേർഡ് ഫോം ഓഫ് എച്ചിൻ്റെ യൂസേജാണ് പഠിച്ചത്. അപ്പോൾ ഇന്നിപ്പം ഇവിടെ അത് കഴിഞ്ഞിട്ടുള്ള ഇനി 2 ഫോം കൂടെ ഉണ്ട്, ടിക്ക് എച്ചും പിന്നെ ഒരു ഡോട്ട് എച്ചുമാണ്. അപ്പോൾ ടിക്ക് എച്ചാണ് ഇന്ന് ആദ്യമായി പഠിപ്പിക്കുന്നത്. വെൻ പ്രിസീഡിങ് സ്ട്രോക്ക് എം എൽ ആർ ഇനിഷ്യൽ എച്ച് ഈസ് റെപ്രസെൻറ്റ് ബൈ എ ഷോർട്ട് ടിക്ക് റിട്ടേൺ ഡൗൺവേർഡ്. ഈ 3 സ്ട്രോക്ക് എം എൽ ആർ ഈ 3 സ്ട്രോക്കിൻ്റെയും പ്രിസീഡിങ് ആയിട്ട് മുന്നിൽ എച്ചിൻ്റെ സൗണ്ട് വരികയാണെങ്കിൽ നമ്മൾ എച്ചിന് വേണ്ടിയിട്ട് ഒരു ടിക്കാണ് കൊടുക്കുന്നത്. ആ ടിക്ക് ഡൗൺവേർഡായിട്ടാണ് ഇടുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഹോം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹോമിൽ ടിക്ക് ഡൗൺവേർഡായിട്ട് വന്നിട്ട് എം ഇടുന്നതാണ്. അത് ഡൗൺവേർഡ് എച്ച് വരുന്നത് പോലെ ഡൗൺവേർഡായിട്ട് ടിക്ക് എഴുതിയിട്ട് എം ചേർക്കുക. അപ്പോൾ ഹോമായി. അടുത്തത് ഹെൽത്ത്, ടിക്ക് എച്ച് ഡൗൺവേർഡ് എൽ ഇത്ത് ഹെൽത്ത്. അടുത്തത് ഹാം, ടിക്ക് എച്ച് ഡൗൺവേർഡ് ആർ എം. ഇതാണ് ടിക്ക് എച്ച്. അപ്പോൾ ഈ 3 സ്ട്രോക്കിൻ്റെ കൂടെ മാത്രമേ ടിക്ക് എച്ച് ജോയിൻ ചെയ്യത്തുള്ളൂ. അടുത്തത് ടിക്ക് എച്ച് മേ ബി എംപ്ലോയിഡ് മീഡിയലി ഇൻ ഫ്രൈസിങ് ബട്ട് നോട്ട് ഇൻ വേർഡ്സ്. ടിക്ക് എച്ച് ഫ്രൈസിൻ്റെ ഇടയിൽ ചേർക്കുന്നുണ്ട്, വേർഡ്സിൻ്റെ ഇടയിൽ വരുന്നില്ല. അപ്പോൾ ഫോർ ഹൂം എന്ന് പറയുന്നത് ഫ്രൈസാണ്. അപ്പോൾ ഫോർ എന്നുള്ള ഗ്രാമലോഗ് എഴുതിയിട്ട് ടിക്ക് എച്ച് എം ഫോർ ഹൂം. അടുത്തത് ഓഫ് ഹർ, ഓഫ് ഗ്രാമലോഗ് പിന്നെ ടിക്ക് ഡൗൺവേർഡ് ആർ ഓഫ് ഹർ. അടുത്ത ടു ഹർ, ടു ഗ്രാമലോഗ് ടിക്ക് ഡൗൺവേർഡ് ആർ. ബട്ട് ഇൻഹ്യൂമൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഹ്യൂമൻ്റെ ഇടയിൽ ടിക്ക് എച്ച് ചേർക്കാൻ പറ്റില്ല, അതുകൊണ്ട് അത് എക്സെപ്ഷനാണ്. എൻ ഡൗൺവേർഡ് എച്ച് എം ഹുക്കനായിട്ട് എഴുതണം ഇൻഹ്യൂമൻ. അതുപോലെ ഓവറോൾ, ഓവർ ചേർത്തിട്ട് അപ്വേർഡ് എച്ച് ഡൗൺവേർഡ് എല്ലാണ് ഓവറോൾ. അടുത്തത് ഡോട്ട് എച്ചാണ്. വെയർ എ സ്ട്രോക്ക് ഫോം ഓഫ് എച്ച് ഈസ് നോട്ട് കൺവീനിയൻറ്റ് ഇൻ ദ മിഡിൽ ഓഫ് എ വേർഡ്, എച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ പ്ലേസിങ് എ ഡോട്ട്, ലൈറ്റ് ഡോട്ട് ബിഫോർ ദ വവൽ. ഈ സ്ട്രോക്ക് ഫോം ഓഫ് എച്ച്, സ്ട്രോക്ക് ഫോം എന്ന് പറയുമ്പോൾ ഡൗൺവേർഡ് എച്ച് ആൻഡ് അപ്വേർഡ് എച്ച് ആണ്. അത് ജോയിൻ ചെയ്യാൻ പറ്റാതെ വരുന്ന കേസിൽ നമുക്ക് എച്ചിന് വേണ്ടിയിട്ട് ഒരു ഡോട്ട് കൊടുക്കാം, അതാണ് ഡോട്ട് എച്ച്. ഇപ്പോൾ എക്സാമ്പിൾ അപ്രിഹെൻസീവ് എന്ന് പറയുമ്പോൾ പെർ എൻ സർക്കിൾ വി. അപ്പോൾ അപ്രിഹെൻസീവ് എന്നാണ് നമ്മൾ സ്ട്രോക്ക് എഴുതുന്നത്. അപ്പോൾ നമുക്ക് ആ എച്ചിന് വേണ്ടിയിട്ട്, എച്ചിൻ്റെ സൗണ്ടിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഡോട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ അപ്രി ഹെ എന്ന് പറയുന്നത് എന്നിൻ്റെ മുകളിലാണ് എച്ചിൻ്റെ സൗണ്ട് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ 2 ഡോട്ട് കൊടുക്കുന്നു. അവിടെ വവ്വൽ വരും, വവ്വലിൻ്റെ മുകളിലായിട്ട് ഒരു ഡോട്ട് കൂടെ കൊടുക്കും. വവ്വൽ മാത്രം കൊടുത്താൽ അത് എച്ചാണെന്ന് മനസ്സിലാവില്ല. അടുത്തത് പെർഹാപ്സ്, പെർ പി സർക്ലസ് ആണ് പെർഹാപ്സിന് കൊടുക്കുന്നത്. അപ്പം ആപ്പ് എന്ന് പറയുന്ന ആ വവലിൻ്റെ കൂടെ ഒരു ഡോട്ട് കൂടെ കൊടുക്കുന്നു, പെർഹാപ്സ്. അടുത്തത് വെഹിക്കിൾ, വി കെല്ലാണ്, കെല്ലിൻ്റെ മേളിലായിട്ട് 2 ഡോട്ട്. അപ്പ് ഹില്ല്, അപ്പ് ഹില്ലിന് എല്ല് തേർഡ് പ്ലേസിൽ 2 ഡോട്ട്. ഡൗൺ ഹില്ല് ഡി എൻ ഡൗൺവേർഡ് എല്ല് എല്ല് എൻ്റെ ചെയ്യുന്നിടത്ത് 2 ഡോട്ട്. മാൻഹുഡ് എം എൻ ഡി, ഹൂ എന്നുള്ള വവലിൻ്റെ മേളിലായിട്ടാണ് മാൻഹുഡിൻ്റെ എച്ചിൻ്റെ പ്ലേസ്, അവിടെയാണ് ഡോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഡോട്ട് എച്ച് വരുന്നത്. അപ്പോൾ 4 ടൈപ്പ് എച്ചാണ് ഈ ആസ്പിറേറ്റ് എന്ന് പറഞ്ഞ ലെസണിൽ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതും കൂടെ ആകുമ്പോൾ ലെസൺ തീർന്നു. താങ്ക് യു.